എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഒരു ട്രാവൽ വ്ളോഗാണിത്. സോ എല്ലാവർക്കും ഞങ്ങളുടെ മാൽഡീവ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കൊച്ചി എയർപോർട്ടിൽ നിന്നാണ്. അറൗണ്ട് രാവിലെ ഒരു 6:30 നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 1.5 ഹവേഴ്സാണ് നമ്മുടെ ജേർണി ടൈം വരുന്നത്. ആൾസോ 7K to 8K ആണ് നമ്മുടെ വൺ വേ എയർ ഫെയർ. ഇന്ത്യൻ ഓഷ്യൻ്റെ മുകളിലൂടെയുള്ള ഈ ഒരു ജേണി വളരെയധികം അടിപൊളിയാണ്. നമ്മൾ ഫ്ലൈറ്റിലാണെങ്കിൽ വിൻഡോ സീറ്റ് തന്നെ ഉറപ്പാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ താഴെ കാണുന്നത് നമ്മുടെ വോൾക്കാനോസൊക്കെ സിങ്ക് ചെയ്ത് അതിൻ്റെ ചുറ്റുപുറം ഉണ്ടായിട്ടുള്ള കോറൽ റീഫ്സ് ആണ് ആ ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അറ്റോൾസ് എന്നുള്ള പേരിലാണത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ ക്ലൗഡിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ മാലി എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ ഓരോ ഹോട്ടൽസിൻ്റെയും കൗണ്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ അവിടെ വേണം നമ്മുടെ ട്രാൻസ്ഫേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ മാലി എയർപോർട്ടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതൊരു എയർപോർട്ട് തന്നെ നമ്മൾ പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ കുറേ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു കടലിൻ്റെ കളർ നമ്മൾ സാധാരണ കണ്ടു ശീലിച്ച ഒരു കടലിൻ്റെ പാറ്റേൺ അല്ല. നമ്മുടെ കോറൽസൊക്കെ പൊടിഞ്ഞുണ്ടായ വൈറ്റ് സാൻഡ് കാരണം ഒരു ബ്ലൂ റിഫ്ലക്ഷനാണ് നമ്മുടെ വാട്ടറിന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മീതെ നമ്മുടെ ഹോട്ടലിൻ്റെ ബോട്ട് വന്ന് നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്പീഡ് ബോട്ട്. പല മറ്റ് ഹോട്ടലുകളുടെയും ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ബോട്ട്സ് മാത്രമല്ല, നമ്മുടെ ഇവിടെ സീപ്ലെയിൻസും അവൈലബിൾ ആണ്. ഇത്രയും കൂടെ പൈസ ഉള്ള ആൾക്കാർക്ക് സീപ്ലെയിൻ ഓപ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ 34 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് അറൗണ്ട് 1 hour എടുക്കും ജേണി ടൈമായിട്ട്. പക്ഷേ സീപ്ലെയിൻ ആണെങ്കിൽ അതൊരു 10-15 മിനിറ്റ്സേ എടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മാലി എയർപോർട്ടിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ. വളരെ ബ്യൂട്ടിഫുള്ളാണ് എയർപോർട്ട്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കടലിൻ്റെ നടുഭാഗത്തോട്ട് പോകുന്തോറും അത് ആ വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ട് നമ്മുടെ നോർമൽ സീഡ് ഒരു കളറിലോട്ട് വരുന്നത് കാണാൻ പറ്റും. എല്ലാവരും ടയേർഡാണ്, നല്ല ചൂടുണ്ടായിരുന്നു. അറൗണ്ട് 36 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പുറത്തത്തെ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി നമ്മളുടെ ക്ലബ് അദാരൻ റനാളിയിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരെയും ബോട്ടിൽ നിന്ന് ഇറക്കി. അങ്ങനെ ആ ഒരു ബ്ലൂ കളറിലുള്ള വെള്ളം, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടൽ കാണുന്നത്. അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് ഞാൻ ആ ഷോട്ട്സൊക്കെ ഒപ്പിയെടുക്കുമ്പോൾ കുറേ ക്ലൗഡ്സും അതുപോലെ തന്നെ ഇതെല്ലാം വന്ന് തിങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് കടലിൽ തന്നെ ഒരു 2 സ്വിങ്സ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് ഇറങ്ങി നമുക്കതിൽ പോയി 2 ഊഞ്ഞാലൊക്കെ ആടാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലബ് അദാരൻ റനാളി. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ട്രഡീഷണലായ ഒരു ഓലമേഞ്ഞ ഒരു ഇൻഫ്രയാണ് നമുക്ക് റിസപ്ഷനിൽ കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ തോണിയുടെ സ്റ്റൈലിലാണ് അവരുടെ റിസപ്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മുടെ വാട്ടർ വില്ലയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ വില്ലയിലോട്ടുള്ള വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. 2 സൈഡിലും റൂംസ് അവൈലബിൾ ആണ്. വാട്ടർ വില്ലാസ് കൂടാതെ തന്നെ ബീച്ച് ഫേസിംഗ് അല്ലാത്ത റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കോക്ടെയിൽ ബാർ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതാണ് ആ ഒരു കോക്ടെയിൽ ബാർ. നൈറ്റ് ആകുമ്പോൾ ഇവിടെ മ്യൂസിക് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ രസകരമാണ് ഈ ഒരു കോക്ടെയിൽ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ വില്ലേനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. കരയിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററോളം നീളത്തിലൊരു ബ്രിഡ്ജ് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ബ്രിഡ്ജാണ് വാട്ടർ വില്ലാസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഏകദേശം 10-15 വാട്ടർ വില്ലാസ് എവിടെ ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന വാട്ടർ വില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അറ്റത്തുള്ള ആ ഒരു വാട്ടർ വില്ലയാണ് നമുക്കിന്ന് സ്റ്റേ ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത്. കടലിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ പുറത്ത് ഭയങ്കര ചൂടാണ്. നേരത്തെ പറഞ്ഞ പോലെ 36 ഡിഗ്രി സെൽഷ്യസോളം ആണ് പുറത്തെ ചൂട്. അപ്പോൾ ഈ നടക്കുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമാണ്. ഇത് നമ്മുടെ വാട്ടർ വില്ലയാണിത്. വാട്ടർ വില്ലയിലൊരു വില്ലയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. സോ പുറമെ കാണുന്ന പോലെയല്ല, അകത്ത് ഒരു ലക്ഷറി സെറ്റപ്പാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാൽക്കണി അല്ലെങ്കിൽ നമ്മളെ പുറത്തുനിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയുന്ന വേണ്ട ഒരു കാര്യമാണ്.
നമുക്ക് ഇവിടെ നല്ല 2 ഷെയ്ഡിൽ നമുക്ക് സീ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ മേഘം ഇടിഞ്ഞു വീഴൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന മേഘങ്ങളും, അതുപോലെ വിശ്രമിക്കാനായിട്ട് 2 സൺ ലൗഞ്ചേഴ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളത് വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലബ് അദാരൻ ഒന്ന് മൊത്തത്തിൽ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വാട്ടർ വില്ല മൊത്തം ഇവിടുന്ന് കവർ ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. ഏകദേശം 10-15 വാട്ടർ വില്ലാസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഏകദേശം ഒരു വൈകുന്നേരം 5 മണിയായപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. ചൂട് വളരെ കുറവായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ. ഐലൻഡ് മൊത്തത്തിലൊന്ന് ഞങ്ങൾ ചുറ്റിക്കറങ്ങി. അറൗണ്ട് 2 കിലോമീറ്റേഴ്സാണ് ഐലൻഡിൻ്റെ ടോട്ടൽ ചുറ്റളവ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ദിവസം ധാരാളമാണ് ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഒരു 2-3 ഹവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ഫുള്ളി കണ്ടു തീർക്കാൻ പറ്റും. അത്രയ്ക്കും ചെറിയൊരു ഐലൻഡാണിത്. ഞങ്ങളപ്പോൾ ഐലൻഡൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് വാട്ടർ വില്ലയൊക്കെ ഈവനിങ് ഒന്നും കൂടെ പുറത്തിറങ്ങി എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. റനാലി ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്തെടുത്തൊരു ഐലൻഡാണ്. ഇവിടെ നമുക്ക് ലോക്കൽ മാൽഡീവ്സിലെ ആളുകളെ കാണാനായിട്ട് പറ്റില്ല. 1290 ഐലൻഡ്സാണ് ടോട്ടലി മാൽഡീവ്സിലുള്ളത്. അതിൽ ഏകദേശം 164 റിസോർട്ട് ഐലൻഡ്സ്, അതായത് ടൂറിസ്റ്റ് പർപ്പസുകൾക്ക് മാത്രം ഉള്ള ഐലൻഡ്സാണിത്. അപ്പോൾ റനാലി പോലെ വേറെയും ഐലൻഡ്സ് നമുക്ക് മാൽഡീവ്സിൽ കാണാൻ കഴിയും. അങ്ങനെ വൈകുന്നേരത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി. വളരെ ശാന്തസുന്ദരമായൊരു കടലാണ്. തിരകളൊന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു കടലാണ്. നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് സാൻഡ്സ് പൊടിഞ്ഞുണ്ടായ മണലായതുകൊണ്ട് തന്നെ ബ്ലൂ കളറായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കടലിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരാൾക്ക് നീന്താൻ അറിയാത്തത് കൊണ്ട് അനുഗമിച്ച് വേണമായിരുന്നു എനിക്ക് പോകാനായിട്ട്. അങ്ങനെ കടലിലോട്ട് ഇറങ്ങി. കടലിൽ കുറേ നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നീന്തുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടൊരു വ്യൂ ആണിത്. ഒരു അമ്മ മീനും കുട്ടി മീനും കണ്ടു. അതുപോലെ ഇത് നമുക്ക് പറ്റിയൊരു അബദ്ധമാണ്. വീടിൻ്റെ വാട്ടർ വില്ലയുടെ ഫ്രണ്ട് ഡോറ് നമ്മൾ കീ അകത്ത് വെച്ച് പൂട്ടി. പിന്നെ അതിനുശേഷം കടലിലൂടെ നടന്ന് ബാക്കിലെ ഏണി വഴി വീടിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ഡോറ് തുറന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റിങ്ങിൽ ബാക്കി കാര്യങ്ങളും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാട്ടർ വില്ല മൊത്തം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീട്ടിനകത്തുനിന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ റാൻഡമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. അവിടെ ഡാൻസ് കളിക്കുന്ന വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം കോക്ടെയിൽ ബാർ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി 2 ഡ്രിങ്ക്സൊക്കെ ആയിട്ട് ഞങ്ങൾ വൈകുന്നേരം ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒരു നൈറ്റ് ലൈഫ്. മാൽഡീവ്സിലെ ആ ക്ലബ് അദാരൻ റനാലിയിലെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ലിറ്റപ്പാണ്. ഇത് കോക്ടെയിൽ ബാറിൻ്റെ ഇൻസൈഡാണിത്. അപ്പോൾ അവിടെ ഒരു ലൈവ് മ്യൂസിക് ഷോ നടക്കുന്നുണ്ട്. അതുപോലെ ഒരുവിധപ്പെട്ട എല്ലാ ഡ്രിങ്ക്സും അവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് അവിടെ ഇരുന്ന് ചില്ല് ചെയ്യുന്നുണ്ട്. നൈറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മാൽഡീവ്സിൽ. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തിരിച്ച് വാട്ടർ വില്ലിലെത്തി. അപ്പോൾ അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി വൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോംപ്ലിമെൻ്ററി വൈൻ തുറക്കാനുള്ള കഷ്ടപ്പാടാണിത്. അങ്ങനെ ഫൈനലി നമ്മളത് വളരെ കഷ്ടപ്പെട്ട് തുറന്നു. അപ്പോൾ വൈനൊക്കെ കുടിച്ച് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ അന്ന് ദീപാവലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. അവിടുന്ന് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് പോവുകയാണ്. നമ്മൾ മാഫുഷി ഐലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലബ് അദാരനോട് ബൈ ബൈ പറഞ്ഞ് നമുക്കുള്ള സ്പീഡ് ബോട്ടിൽ കയറി നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ ഞങ്ങളങ്ങനെ സ്പീഡ് ബോട്ടിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കടലിനെ 2 സൈഡിലേക്ക് വകഞ്ഞ് മാറ്റിക്കൊണ്ട് നല്ല സ്പീഡിൽ പോകുന്നൊരു സ്പീഡ് ബോട്ടാണ്. അപ്പോൾ നമുക്ക് സീപ്ലെയിനും കാണാം ആകാശത്ത്. നമ്മൾ പോകുന്ന സ്പീഡ് ബോട്ടിലാണ്. അതുപോലെ തന്നെ കടലിൽ ഇങ്ങനെ ഫ്ലൈയിങ് ഫിഷസിനെ കുറേ കണ്ടു.
ഇത് വീഡിയോയിൽ ക്ലിയർ ആണോന്ന് അറിയില്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ദൂരെ കുറേ ഫ്ലൈയിങ് ഫിഷസ് പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ യാത്രയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് ഫൈനലി ഞങ്ങൾ മാഫുഷി ഐലൻഡിലോട്ട് എത്തിയിരിക്കുകയാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഐലൻഡാണ് മാഫുഷി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. അങ്ങനെ മാഫുഷിയിൽ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ബാംഗ്ലൂരൊക്കെ പോലെ ഉള്ളൊരു വൈബാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തുനിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മടിവാളയൊക്കെ പോയ ഒരു ഫീലായിരുന്നു നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അങ്ങനെ നമ്മൾ മാഫുഷി ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അവിടെ ഈ പഞ്ചവർണ്ണ തത്തകളെ വളർത്തുന്നത് കണ്ടു. അത് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ ഫ്രണ്ട്ലിയാണ് അവർ. അവരുടെ കാലിൽ ചെറിയൊരു ചങ്ങല പോലൊരു ഇതിട്ടിട്ടുണ്ട്. പക്ഷെ അത് അവർക്കൊരിക്കലും പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഹൈറ്റ് വരെ അവർക്ക് അതുകൊണ്ട് പറക്കാൻ പറ്റും. പിന്നെ ഇഷ്ടം പോലെ ഭക്ഷണം ടൂറിസ്റ്റുകളായിട്ടും ഹോട്ടലിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവരെയൊക്കെ കണ്ടങ്ങനെ ചില്ല് ചെയ്ത് നിന്നു. ഭയങ്കര ഭംഗിയായിരുന്നു ഇവരെ കാണാനായിട്ട്. അതൊരു ആപ്പിളാണ് അവർക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് തൊടാൻ നോക്കിയെങ്കിലും കുറച്ച് കലിപ്പിലായിരുന്നു അദ്ദേഹം. അത് പക്ഷേ എങ്കിലും ഞാനൊന്ന് തൊട്ടു, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ഈവനിങ് ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അറൗണ്ട് ഒരു 7 ആയപ്പോഴാണ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. സൺസെറ്റ് ഫിഷിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. അപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ ഫിഷിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കടലിൻ്റെ ഏകദേശം നടുവിലെത്തിയപ്പോഴാണ് അവരവിടെ ഹോൾട്ട് ചെയ്തിട്ട് നമുക്ക് മീൻ പിടിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഫിഷിങ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ശേഷം നമുക്ക് അവർ ആ ഫിഷിങ് എക്യുപ്മെൻറ്റ് നമുക്കത് തന്നു. ശേഷം നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു മീൻ പിടിക്കാനായിട്ട്. ഏകദേശം 100 മീറ്റേഴ്സോളം ആഴത്തിൽ നമുക്ക് ഈ ഒരു സ്ട്രിങ് ഇടേണ്ടി വന്നു. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു മീൻ കൊത്തുന്നതും വിചാരിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ മീൻപിടുത്തം ഒരു ചെറിയ കലയല്ല എന്നുള്ളൊരു നഗ്ന സത്യം ഞങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ആൾക്കാർ കുറേ നേരം നിന്ന് മീൻ പിടിക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാട് ഇപ്പോഴാണ് ഞങ്ങൾ ഇത് മനസ്സിലാക്കിയത്. അങ്ങനെ കുറേ നേരം എന്തോ കൊത്തിയെന്ന് വിചാരിച്ച് വലിച്ചതാണ്, പക്ഷേ ഒന്നും കൊത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ വലിച്ച് കൈയൊക്കെ കഴച്ച് നമ്മൾ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു എന്തെങ്കിലും കിട്ടുന്നു. അവസാനം നമ്മൾ അത് വലിച്ച് വന്നപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കോറൽ ഒക്കെ പിടിച്ചൊരു കല്ലായിരുന്നു. സ്രാവ് കൊത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് കൊടുത്തത്, പക്ഷേ കൊത്തിയത് വലിയൊരു കല്ലായിരുന്നു. അപ്പോൾ അതിന് ചീത്ത വേറെ കേട്ടു അവരുടെ നിന്ന്. പക്ഷേ എൻ്റെ കൂടെ വന്ന ആൾക്കാർക്കെല്ലാം ഫിഷിനെ കിട്ടി. പക്ഷേ ഇത് എഡിബിൾ ഫിഷ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ അതിനെ വലിച്ചെറിഞ്ഞു. അങ്ങനെ അന്നത്തെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം പോകുന്നത് വാട്ടർ സ്പോർട്സും അതുപോലെ തന്നെ ഡോൾഫിൻ ക്രൂസിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാഫുഷി ഐലൻഡിൽ നിന്ന് ഡോൾഫിൻ ക്രൂസിന് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഡോൾഫിൻസിനെ കാണാൻ പറ്റി. ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. ഒരുപാട് ഡോൾഫിൻസ് നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ടായിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഡോൾഫിൻസ്. കാരണം അവിടുത്തെ ആൾക്കാർ ഡോൾഫിൻസിനെ ഒന്നും ഉപദ്രവിക്കാറില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അവർക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ളൊരു ജീവിയാണ് ഈ ഡോൾഫിൻ. ഒരുപാട് ഡോൾഫിൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ബോട്ടിൻ്റെ 2 സൈഡിലായിട്ട്. ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്ത് അങ്ങനെ ബോട്ട് മുന്നോട്ട് പോയി. ഡോൾഫിൻ ക്രൂയിസ് വഴി നമ്മൾ അടുത്തത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 3 പോയിൻറ്റ് സ്നോർക്കലിംഗ് ആണ് ഒപ്റ്റ് ചെയ്തത്. അതായത് നമ്മളെ കടലിലെ ഏതെങ്കിലും 3 സ്പോട്ടിൽ ഇറക്കിയിട്ട് നമ്മളവിടെ സ്നോർക്കലിംഗ് ചെയ്യിക്കുക എന്നുള്ളതാണ് 3 പോയിൻറ്റ് സ്നോർക്കലിംഗ്. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് കടലിലോട്ട് ഇറങ്ങി. നീന്തലിൽ അല്പം പ്രോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ടാണ് ഞാൻ ചാടിയത്. അങ്ങനെ ഗോപ്രോയായി കടലിലോട്ട് ഇറങ്ങുന്ന എൻ്റെ വീഡിയോ അവളാണ് എടുത്തത്. അങ്ങനെ ഞാൻ കടലിലോട്ട് ഇറങ്ങി. ഇതായിരുന്നു നമ്മുടെ ഒരു ഓവറോൾ കോലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കടലിലോട്ട് ഇറങ്ങണതിൻ്റെ മുന്നത്തെ കോലാണിത്. അങ്ങനെ ഞങ്ങൾ കടലിലോട്ട് ഇറങ്ങി. സ്നോർക്കലിങ്ങിൽ കുറേ ഫിഷുകളെ കണ്ടു സ്നോർക്കലിംഗ് ചെയ്തപ്പോൾ. ഈ ഫിഷസ് തനിയെ വരുന്നതല്ല, ഇവരൊരു ഫുഡ് അവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വരുന്നതാണ്, അല്ലാണ്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ ടൂറിസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഫിഷുകളല്ല.
ഫുഡ് മാത്രം ഫോക്കസ് ചെയ്തും കൊണ്ട് വരുന്ന ഫിഷുകളാണ്. പക്ഷെ എന്താണെങ്കിലും വളരെ നല്ലൊരു വ്യൂ ആയിരുന്നു അത്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. പാരറ്റ് ഫിഷ് എന്നെന്തോ ആണ് ആ മൂക്ക് നീണ്ട ഫിഷിൻ്റെ പേര്. ഞാൻ പിന്നെ അത് ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കിയതാണ്. അങ്ങനെ കടലിൻ്റെ അടിത്തട്ടിലൂടെ ഒന്നും അല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീന്തി കളിക്കാൻ പറ്റി. ഇത് താഴെ കാണുന്നത് ഒക്കെ കോറൽസ് ആണ്, പവിഴപ്പുറ്റുകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഫോട്ടോസിനൊക്കെ വേണ്ടി പോസ് ചെയ്തു. പിന്നെ വേറെ കുറേ വെറൈറ്റി ഓഫ് ഫിഷസിനെ അവിടെ കാണാൻ പറ്റി. ഭയങ്കര ആഴമാണ് കടലിന്. ഈ കാണുന്ന പോലെയല്ല, കുറച്ച് അപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ആഴമുള്ള ഏരിയയാണ്. എവിടെ നോക്കുമ്പോൾ ഒട്ടും പേടി തോന്നില്ലെങ്കിലും കുറച്ച് അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ വല്ലാത്തൊരു പേടി ഫീൽ ചെയ്തു അതിൻ്റെ ആഴം കണ്ടിട്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ടൈമൊക്കെ നന്നായി സ്പെൻഡ് ചെയ്ത് കുറേ ഫിഷസിനെയൊക്കെ കണ്ട് സ്നോർക്കലിംഗ് എൻജോയ് ചെയ്തു. മാൽഡീവ്സിൽ എനിക്ക് ഏറ്റവും വേർത്തായിട്ട് തോന്നിയത് ഈ സ്നോർക്കലിംഗ് തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ ടൈമിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ പേസിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ് സ്നോർക്കലിംഗ്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സൺസെറ്റ് ഫിഷിങ്ങിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാലും നമ്മളെ കൺട്രോൾ ചെയ്യാനൊന്നും ആരുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കടലിലൂടെ നീന്തി നടക്കാം. നല്ല രസമായിരുന്നു അത്. അതിനുശേഷം നമ്മൾ കോറൽ ഐലൻഡിലാണ് പോയത്. ഇതാണ് നമ്മുടെ കോറൽ ഐലൻഡ്. പേര് പോലെ തന്നെ ഒരുപാട് കോറൽസ് കൊണ്ട് അടിത്തട്ടുണ്ടായ ഒരു ഭാഗമാണ് കടലിൻ്റെ. ഈ കോറൽസിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പലതരം ഫിഷസും, അതുപോലെ നമുക്കൊരു കടലാമേനെ കാണാൻ പറ്റി. അത് ഒരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ കടലിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ മേളിലോട്ട് ശ്വസിക്കാനായി വന്നു. അങ്ങനെ പിന്നെ നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയത് ഗുളി ഐലൻഡിലാണ്. ഇതൊരു ബീച്ചാണ്, ടൂറിസ്റ്റ് ബീച്ചാണിത്. ഗുളി ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ക്ലീൻ വെള്ളം, എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ മാൽഡീവ്സിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ബ്ലൂ കളർ വാട്ടറാണ്. നമ്മളവിടെ വീണ്ടും കടലിലോട്ട് ഇറങ്ങി. വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല, ഒട്ടും ആഴമില്ലാത്ത ഏരിയ ആയതുകൊണ്ടാണ് നമ്മളെ അവിടെയൊക്കെ ഇറക്കുന്നത്. അതിൻ്റെ ബാക്കിൽ സ്വിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കടലിൽ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു. നട്ടുച്ച സമയമായിരുന്നു, ഏകദേശം 12 മണി 2 മണി സമയമായിരുന്നത്. പക്ഷെ കടലിലായതുകൊണ്ട് വലിയ ചൂട് ഫീൽ ചെയ്തില്ല. അതിനുശേഷം നമ്മൾ വാട്ടർ സ്പോർട്ടിലോട്ടാണ് പോയത്. വാട്ടർ സ്പോർട്ടിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പാരാസൈലിംഗ് ആണ്. നമ്മൾ ഇതുപോലൊരു ബോട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മളെ കടലിൻ്റെ മീതെ കൂടെ പാരാസൈലിംഗ് ചെയ്യിപ്പിച്ചു. ഭയങ്കര രസമായിരുന്നു അത്. അങ്ങനെ ഡ്രോൺ ഷോട്ടിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ അടുത്തത് ചെയ്യാൻ പോയത് ജെറ്റ് സ്കി ആയിരുന്നു. അപ്പോൾ ജെറ്റ് സ്കി നമുക്ക് നമുക്ക് ഈ വണ്ടി ഓടിക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരിക്കും, അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ നമ്മളിത് ബോട്ട് വല്ലതും എവിടെയെങ്കിലുമൊക്കെ മറച്ചിട്ട് കഴിഞ്ഞാൽ അതിന് വലിയൊരു ഫൈൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗൈഡിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പം അങ്ങനെ അതെല്ലാം ചെയ്ത് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. വാട്ടർ സ്പോർട്സ്, ജെറ്റ് സ്കി ആയാലും പാരാസൈലിംഗ് ആയാലും എല്ലാം എൻജോയ് ചെയ്തു. അതിനുശേഷം പിന്നെ നമുക്കുണ്ടായിരുന്നത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൽ അടിപൊളി ഫുഡായിരുന്നു. മാൾഡീവ്സിൽ ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഇതായിരുന്നു, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. കഴിച്ചതിൽ വെച്ച് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാസിഗോരങ്ങും അതുപോലെ തന്നെ ഹാംബർഗറും ആയിരുന്നു. ബെസ്റ്റ് ഹാംബർഗറാണ് ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഹാംബർഗറാണ് നമ്മൾ അവിടുന്ന് ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം മാൽഡീവ്സിനോട് ബൈ ബൈ പറയാൻ വേണ്ടി മാലി എയർപോർട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ 4 ദിവസത്തെ മാൽഡീവ്സ് ജീവിതത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ അടുത്ത വ്ളോഗുമായി ഞങ്ങൾ വീണ്ടും വന്നേക്കാം. സോ അതുവരെ ബൈ ബൈ.